ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ വണ്ടിയുടെ ഒരു റിവ്യൂ ആണ്. 15,000 കിലോമീറ്റർ കഴിഞ്ഞു. സോ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 10,000 കിലോമീറ്റർ കഴിഞ്ഞു, 15 അടുപ്പിച്ചായിട്ടുണ്ട്. ആദ്യത്തെ 3 ഫ്രീ സർവീസും കഴിഞ്ഞു. ഇപ്പോൾ 4ാമത്തെ പെയ്ഡ് സർവീസിലേക്ക് നമ്മൾ കിടക്കുവാണ്. സോ ഇത് വെള്ളായണി കായൽ കണ്ടുകൊണ്ടൊന്ന് വീഡിയോ എടുക്കാൻ തോന്നി. സോ അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ സൊമാറ്റോയുടെ ഡ്രസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. സൊമാറ്റോ ഓടിക്കഴിഞ്ഞ് നിൽക്കുന്നൊരു ടൈമാണ്. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ സർവീസ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ വണ്ടി നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇനി നമുക്ക് റിവ്യൂ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ആഴ്ച ആകുമ്പോൾ ഒരു മഴ പെയ്താൽ വണ്ടി മൊത്തം ചെളിയായിട്ട് കുളമായിക്കോളും. സോ അതിനേക്കാളും ബെറ്റർ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എനിക്ക് ഈ വണ്ടി തോന്നിയിട്ടുള്ള നെഗറ്റീവ് പോസിറ്റീവ് ലോങ് റിവ്യൂ ആണിത്. സോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. പിന്നെ കായലായതുകൊണ്ട് കുറച്ച് കാറ്റിൻ്റെ പ്രശ്നമുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഇതിൽ മൈക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും സ്വിച്ച് ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ട്രൈപോഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് നോക്കട്ടെ. ഞാനൊന്ന് AI വെച്ച് വല്ലതും ഇതിൻ്റെ ഈ കാറ്റിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ കട്ട് ചെയ്ത് വരാണെങ്കിൽ നൈസായിരിക്കും വീഡിയോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോയും കൂടെ 20,000 എത്തുമ്പോൾ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ആ ഒരു ഫുൾ വ്യൂ പൊസിഷൻ. ഇത് അൾട്രാ വൈഡ് ക്യാമറയിലാണ് ഞാൻ എടുക്കുന്നത്. കാരണം നോർമൽ ക്യാമറയിലെന്ന് പറഞ്ഞാൽ കറക്റ്റ് കൊള്ളത്തില്ല. കാരണം വണ്ടിക്ക് കുറച്ച് നീളം കൂടുതലുണ്ട്. അപ്പോൾ അൾട്രാ വൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ല ഫുൾ നീളം നമ്മുടെ വണ്ടിയുടെ ഇതിനകത്ത് തന്നെ കാണിക്കും. അപ്പോൾ 15,000 കിലോമീറ്റർ ഞാൻ ഈ ഒരു വണ്ടി 3 മാസം കൊണ്ട് ഓടിയായിരുന്നു. സോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന്. സോ വണ്ടി ഒന്ന് ഓണാവട്ടെ. സോ ഇപ്പം വണ്ടിയുടെ കിലോമീറ്റർ 14,833 ടോട്ടൽ. ഇതിപ്പോൾ സൺലൈറ്റ് ഓവർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആ ബ്ലിങ്കിങ് മാറി. സോ 14,833 കിലോമീറ്റർ. ജസ്റ്റ് ഒരു 100 കിലോമീറ്റർ. അതിന്ന് വൈകുന്നേരം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് സൊമാറ്റോയിലൊക്കെ ഇറങ്ങുമ്പോൾ അതങ്ങ് മാറിക്കോളും. അപ്പോൾ സർവീസൊക്കെ നൈസാണ്. സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി നല്ല പുതിയതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നെഗറ്റീവ് ഇത് തന്നെയാണ്. കാരണം എൻജിൻ സ്റ്റാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സേഫ്റ്റിക്ക് വയ്ക്കുന്ന ഇത് ഇപ്പോൾ നമ്മുടെ ബുള്ളറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും വരും. യൂണിക്കോൺ ആണെങ്കിലും ഏകദേശം ഇത്രയും വരും. ഈ വണ്ടിയിൽ ഇത് വളരെ ചെറുതാണ്. സോ ഇത് ഇത്രയും ചെറുതായിരിക്കുന്നുണ്ട് വണ്ടി എവിടെയെങ്കിലും മറിഞ്ഞ് വീട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ടിന് എന്തെങ്കിലും പറ്റിയതിന് ശേഷം മാത്രമേ ഇതിന് പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയ കോമഡി. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ വണ്ടി ചെറുതായിട്ടൊന്ന് സ്കിഡായി തറയെ വീണപ്പോൾ എൻ്റെ ഈ വണ്ടിയുടെ നമ്മുടെ ഇപ്പുറത്തെ പാർട്ടില്ലേ, അതായത് ഈ ഒരു ഫുഡ് റെസ്റ്റ് വളഞ്ഞു പോയി. ആലോചിച്ച് നോക്കുക. വേറെ വല്ല വണ്ടിയാണെങ്കിൽ ഇവിടെ ഒരേ ഉള്ളൂ, വേറെ ഒരു കംപ്ലൈൻറ്റും വരുന്നില്ല. എൻ്റെ ഫുഡ് റെസ്റ്റും വളഞ്ഞു പോയി, പിന്നെ എൻ്റെ ഈ ലിവറും വളഞ്ഞു പോയി. ഇതിപ്പോൾ പുതിയ ലിവർ ഇട്ടതാണ്. സോ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, കമ്പനിക്കാരിന് അടുത്ത വണ്ടി ഇറക്കുമ്പോഴെങ്കിലും ഈ ഒരു നമ്മുടെ ആ ഒരു എൻജിൻ ഗാർഡ്, അതായത് എൻജിൻ ഗാർഡ് നന്നായിട്ട് കുറച്ചുകൂടെ വലിപ്പമുള്ള എൻജിൻ ഗാർഡ് ഇറക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു പോർഷൻ, നമ്മുടെ ഈ ഷോക്ക് അബ്സറിൻ്റെ അടിയിലെ ഈ ഒരു പോർഷനിൽ ചെളി വന്ന് അടിയും. ഫുള്ള് ചെളിയും വന്നിങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കും. കാരണം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഈ ചെളി ഇവിടെ സ്റ്റോക്കായി തന്നെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് വന്നിട്ടുള്ള നെഗറ്റീവ്. പിന്നെ ഞാൻ പിന്നെ ചെറിയൊരു മിസ്ഫോൾട്ട് വന്നായിരുന്നു വണ്ടി. അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം അത് ഇപ്പോൾ എനിക്ക് കാണിച്ചില്ല, അത് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വന്നു പോകുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇഷ്യൂ. അതായത് CNGയുടെ മീറ്റർ ഒരിടത്ത് നിൽക്കുന്നില്ല, ചുമ്മാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ചില സമയത്ത് പെട്രോൾ CNG ഒരുമിച്ച് ഓടി നടക്കും, ചില സമയത്ത് CNG മീറ്റർ മാത്രം ഇങ്ങനെ ഓടി നടക്കും. സോ ഇതന്നാ പിന്നെയുള്ള പ്രോബ്ലമാണ്. പിന്നെ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ ഒരു ബോക്സാണ്. കാരണം നമ്മുടെ CNG അടിക്കുമ്പോൾ നമ്മൾ തുറക്കുന്ന ഈ ഒരു ബോക്സ്. സോ ഇത് വളരെ ഉടായ്പാണെന്നാണ് വണ്ടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത്. പക്ഷേ എങ്ങനെ പോയാലും ഒരു 100-150 തവണയെങ്കിലും ഞാനിത് തുറന്നു കാണും ഈ ഒരു സംഭവം. പക്ഷേ വലിയ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ വിചാരിക്കും പോലെയല്ല, വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇത് നിൽക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നിൽക്കുന്നുണ്ട് മീൻസ് ഇത് വലിയൊരു പ്രോബ്ലം ഒന്നും ഇല്ലാതെ നമുക്ക് അടയ്ക്കാനും പറ്റും, തുറക്കാനും പറ്റും. അങ്ങനെ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല ഇതുവരെ. സോ അതുകൊണ്ട് എൻ്റെ പേടി അതായിരുന്നു. കാരണം
ഇത് വീഡിയോയിലൊക്കെ കാണിക്കുന്ന ഓരോ ആൾക്കാർ, ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പേ ഒരുപാട് ആൾക്കാർ വീഡിയോയിൽ പറഞ്ഞു ഇത് വളരെ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് കൈ കൂടെയൊക്കെ വരും. പക്ഷേ ഇത്രയും ഓടിയിട്ട് എനിക്ക് വലിയൊരു വിഷയം വന്നില്ല. പിന്നെ ഈ ഒരു വണ്ടി വെയിറ്റ് ഉണ്ട്, ഈ ഒരു വണ്ടി 150 കിലോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തോന്നും 150 കിലോയെക്കാളും വെയിറ്റുള്ള നമ്മൾ ഒരുപാട് വണ്ടി ഓട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി, സമ്മതിച്ചു. പക്ഷേ ബാക്കിയുള്ള വണ്ടി എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെയിറ്റ് മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ വെയിറ്റ് മാനേജ് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറയുന്നത് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള വണ്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് പൊങ്ങി, പിന്നെ ഇവിടെ നടുക്ക് കുറച്ച് താന്ന്, പിന്നെ ഇവിടെ ബാക്ക് സൈഡ് കുറച്ച് പൊങ്ങി, അങ്ങനെയൊക്കെ ഒരു നല്ല ബാലൻസ് കിട്ടുന്ന രീതിയിലൊക്കെയാണ് ബാക്കി വണ്ടികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഈ വണ്ടി അങ്ങനെയല്ല, ഒറ്റ ഇതിലേക്കാണ്. പിന്നെ നമ്മുടെ ടോട്ടൽ ഇപ്പോൾ ഒരുപാട് പേര് പറയാം ഈ CNG 2 കിലോ CNG അല്ലേ കൊള്ളൂ. 1 കിലോ CNG എന്ന് പറയുന്നത് 6.25 ലിറ്ററാണ്. അതായത് ടാങ്കിൻ്റെ കപ്പാസിറ്റി അതാണ്. നിങ്ങൾക്ക് 1 കിലോ CNG ടാങ്കിൽ 6.25 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഡീസലോ പെട്രോളോ നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ 2 കിലോയുടെ CNG ടാങ്ക് എന്ന് പറയുമ്പോൾ 12.5 ലിറ്ററാണ് നിങ്ങൾക്ക് ഈ ഒരു ടാങ്കിൽ നിറയ്ക്കാൻ പറ്റുന്ന കപ്പാസിറ്റി. പിന്നെ 2 ലിറ്റർ പെട്രോളും കൂടെ ആകുമ്പോഴത്തേക്കും ഏകദേശം നിങ്ങൾ 14 ലിറ്ററിൻ്റെ ടാങ്കാണ് നിങ്ങൾ ഇതിൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള യൂണിക്കോൺ ആയിക്കോട്ടെ, റൈഡർ ആയിക്കോട്ടെ, ബാക്കിയുള്ള പല വണ്ടികളാണെങ്കിലും ബൈക്ക് സെഗ്മെൻറ്റിൽ ഏകദേശം 125 cc നിങ്ങൾ 10 ലിറ്ററോ 9.5 ലിറ്ററോ ആയിരിക്കും നിങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചാൽ നിറയ്ക്കുന്നത്. പക്ഷേ ഇത് 14 ലിറ്ററാണ് നമ്മൾ, അതായത് ലിറ്റർ കപ്പാസിറ്റി നോക്കുമ്പോൾ. അപ്പോൾ ടാങ്കും ബാക്കിയുള്ളത് അപേക്ഷിച്ച് ഹെവി തന്നെയാണ്. പിന്നെ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇത് ഓരോ 3 വർഷം കൂടുമ്പോഴും നമ്മൾ ടാങ്ക് ഇളക്കി പുതിയ ഈ ഒരു അറ്റസ്റ്റേഷൻ വാങ്ങിക്കേണ്ടതുണ്ട്. അതിപ്പോൾ തിരുവനന്തപുരത്ത് അവൈലബിൾ അല്ലെന്നാണ് ഞാൻ കേട്ടത്. സോ ഇനി അടുത്ത 3 വർഷം കഴിയുമ്പോഴായിരിക്കും മേ ബി വരാൻ പോകുന്നത്. ഇത് ഓട്ടോയ്ക്കും ബൈക്കിനും എല്ലാം ഈ ഒരു സംഭവം ഉണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് CNG ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതും ആദ്യം പറയുന്നതായിട്ട് ഉടായിപ്പാണെന്ന്, കാരണം വളരെ ലോ ക്വാളിറ്റി ആണെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. പക്ഷേ വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഒരുപാട് തവണ ഇങ്ങനെ ഊരിയെടുത്തു ഈ സാധനം തിരിച്ച് വച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയൊരു ഇത് തോന്നിയിട്ടില്ല. പിന്നെ ഇതിങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാകത്തില്ല. ഇത് അടച്ചു വെച്ചാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാകത്തുള്ളൂ. പിന്നെ പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്രോൾ പമ്പിലുള്ള ആൾക്കാരും പെട്രോൾ ലൂസായിട്ട് നല്ല ഫോഴ്സിൽ അടിച്ചു വിടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരോട് എപ്പോഴും പറയണം പെട്രോൾ പതുക്കെ പിടിച്ച് അടിക്കാവുള്ളെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ പെട്രോൾ ഇവിടെ മൊത്തം കളയും. എനിക്ക് മിക്കപ്പോഴും എൻ്റെ അടുത്ത് ഞാൻ പതുക്കെ പിടിച്ചടിക്കാൻ പറഞ്ഞിട്ട് പോലും കളയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പെട്രോൾ അധികം ഓടാറില്ല. സോ എങ്ങനെ പോയാലും ഇതിനകത്ത് പെട്രോൾ ഉണ്ട് അത്യാവശ്യം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും പെട്രോൾ ഇപ്പോൾ തന്നെ വണ്ടിയിൽ കിടപ്പൊട്ട്. കാരണം ഞാൻ പെട്രോളിൽ ഓടാറേ ഇല്ല. പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യാൻ നേരത്ത് മാത്രം എടുക്കുകയും ചെയ്യും. അതിനുശേഷം അത് തിരിച്ച് CNG മോഡലോട്ട് വരികയും ചെയ്യും. സോ അതുകൊണ്ട് പെട്രോൾ അത് എനിക്ക് ഓടേണ്ടി വന്നിട്ടില്ല. പിന്നെ വണ്ടിയുടെ നമ്മുടെ USB പോർട്ട് ഇവിടെയാണ് വരുന്നത്, USB പോർട്ട്. സോ USB പോർട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് അത്യാവശ്യം പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഈ ബോബോ എന്ന് പറയുന്ന ഇതിൻ്റെ USB ഞാൻ കണക്ട് പോലും ചെയ്തിട്ടില്ല. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വണ്ടി കുറേ കൂടെ സാറ്റിസ്ഫാക്ഷനാണ് തരുന്നത്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂളായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ കൂളായിട്ട് പോകാൻ പറ്റുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് മറ്റേ കുറച്ച് വെയിറ്റ് ഇല്ലാത്ത ആൾക്കാരാണ് വണ്ടി എടുക്കുന്നതെങ്കിലും നമ്മൾ മറ്റേ വലിയ ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ബസ്സോ ലോറിയൊക്കെ വന്നാൽ വണ്ടി ആടത്തൊന്നുമില്ല. ആ കാര്യത്തിലൊക്കെ ഈ വണ്ടി നൈസാണ്. കാരണം എൻ്റെ പ്ലാറ്റിനയാണ് നേരത്തെ ഇരുന്നത്. പ്ലാറ്റിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആട്ടം ഉണ്ടായിരുന്നു. കാരണം ഒരു ബസ്സോ ലോറിയോ ഒക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് ആട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സ്മൂത്തായിട്ടാണ് എനിക്ക് പോയിട്ടുള്ളത്. പിന്നെ ഒറ്റ കാര്യമേ പറയുള്ളൂ, മഴയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിൽ ഒരുപാട് മണ്ണടിയും. വേറെ പ്രശ്നമൊന്നുമില്ല. ഷോക്ക് ഓബ്സർ നല്ല ഷോക്ക് ഓബ്സറാണ്, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ വണ്ടിയുടെ ഓയിൽ മാറ്റുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 700 രൂപ ആവും. അത് നോർമൽ ഓയിലല്ല. അത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ബജാജിൻ്റെ സർവീസ് സെൻറ്ററിൽ കൊടുത്താൽ മതി, അവർ മാറിത്തരും. ഓരോ 5000 കിലോമീറ്റർ ആകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ വണ്ടിയുടെ ഓയിൽ മാറണം. അത് പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ 1000-1500 കിലോമീറ്റർ ആകുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയിൻ ലൂബ് ചെയ്യുക വേണം. എന്നാൽ മാത്രമേ ചെയിനും ഈ പറയുന്ന വണ്ടി നല്ല രീതിയിൽ ലോങ് ആയിട്ട് പോവുള്ളൂ. ചെയിൻ ലൂബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ചെയിൻ പോകും. ഇപ്പോഴത്തെ ചെയിൻ എന്നൊക്കെ പറഞ്ഞാൽ 10-12,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ എല്ലാം നശിക്കുന്നതാണ്. കാരണം എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ റൈഡർ 13,000 കിലോമീറ്റർ ആയപ്പോൾ തന്നെ എൻ്റെ റൈഡറിൻ്റെ ചെയിൻ മൊത്തം പോയി.
പക്ഷേ പ്ലാറ്റിന ഒരു 25,000 വരെയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇത് എത്ര വരെ കിടക്കുമെന്ന് എനിക്ക് അറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ ഇത് അങ്ങനെ തുറന്ന് നോക്കേണ്ട ഒരു ആവശ്യമൊന്നും എനിക്ക് എപ്പോഴും വന്നിട്ടില്ല. ഇത് വണ്ടിയുടെ ഫ്യൂവലും കാര്യങ്ങളും പ്രഷറും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്, വണ്ടിയിൽ എത്ര പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ CNGയുടെ ലെവലൊക്കെയാണ്. പക്ഷേ ഇതൊന്നും എനിക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. പിന്നെ വണ്ടി എടുക്കുമ്പോൾ ഒറ്റ തവണ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. സ്ഥിരമായിട്ട് വണ്ടി എടുക്കുന്നതുകൊണ്ട് ഞാനത് തൊട്ടിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. പക്ഷേ വണ്ടി നമുക്ക് എവിടെ കൊണ്ടുപോയാലും, ഈ വണ്ടി എവിടെ കൊണ്ടുപോയാലും ആൾക്കാർ നോക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് ഇത് ഏത് വണ്ടിയാണ്. കുറേ പേർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഞാൻ തന്നെ ബജാജിന് ഒരുപാട് ഫ്രീ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തു. കാരണം ഇവിടെ ഉള്ള CNG അടിക്കാൻ പോണ 10-11 പമ്പുണ്ട് തിരുവനന്തപുരത്ത്. ഈ 11 പമ്പിൽ നിന്ന് ഞാൻ CNG അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 11 പമ്പിൽ കൊണ്ടുപോകുമ്പോഴും ഓട്ടോക്കാരായാലും മറ്റേ ലോറി, കാറ് ഇവരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വണ്ടി എങ്ങനെയുണ്ട്, വണ്ടി നൈസാണോ, വണ്ടിയുടെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട്. വണ്ടി സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡ് ക്വാളിറ്റിയൊക്കെ അന്യായമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പക്ക മെറ്റലാണ്. കാരണം ഇതൊന്നും ഫൈബർ വെച്ച് ചെയ്തിട്ടില്ല, ഇതൊക്കെ പക്ക മെറ്റൽ ബോഡി തന്നെയാണ് വണ്ടി വെച്ചിട്ടുള്ളത്. അതൊക്കെ നൈസ് തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇവർക്ക് പാളിപ്പോയ ഒരു കാര്യം ഇവിടെ ഈ ഒരു ഡിജിറ്റൽ മീറ്ററും ഈ ഒരു മോഡ് സെറ്റിങ്സും ഇതൊക്കെ ദുരന്തമാണ്. കാരണം അതൊന്നും ഞാൻ തൊടാൻ പോകാറില്ല. പിന്നെ ഈ വണ്ടി ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഈ വണ്ടി ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. ബട്ട് CNGയുടെ പമ്പ് നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു 5 to 10 കിലോമീറ്ററിനകത്തെങ്കിലും ഉണ്ടാവണം, എന്നിട്ടേ കാര്യമുള്ളൂ. CNGയുടെ പമ്പ് 5 to 10 കിലോമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം പെട്രോളിന് 65 ലിറ്റർ മൈലേജ് കമ്പനി പറയുന്നുണ്ട്. ഞാൻ പെട്രോളിൽ ഇതുവരെ അങ്ങനെ എൻ്റെ മൈലേജ് ടെസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ മേ ബി അടുത്ത മാസം ഞാനൊന്ന് ചിലപ്പോൾ ഈ പറഞ്ഞ എറണാകുളം വരെ പോകും. അപ്പോൾ നമുക്ക് പെട്രോളിൽ മാത്രം ഓടി നോക്കാം എങ്ങനെയാണ് മൈലേജ് ടെസ്റ്റും കാര്യങ്ങളും എത്ര കിട്ടുമെന്നൊക്കെ. ബട്ട് എനിക്ക് പറയാനുള്ളത് പെട്രോൾ 2 ലിറ്ററേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പെട്രോൾ പമ്പിലേക്ക് ഈ വണ്ടിയും കൊണ്ട് പോകാൻ നമുക്ക് ഇത്തിരി പാടായിരിക്കും. കാരണം നോർമൽ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ 10 ലിറ്റർ ഉണ്ട്. പിന്നെ 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടി ഈസി ആയിട്ട് പോകാം. അതിൽ കൂടുതൽ അടിക്കാത്തവർക്ക് കുഴപ്പമില്ല. 50 രൂപ, 55 രൂപ, 100 രൂപയ്ക്കൊക്കെ മാത്രമേ അടിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വണ്ടി തന്നെ എടുക്കാം. പിന്നെ CNG വീട്ടിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. സോ ഈ വണ്ടിക്ക് എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ, ഇത്രയും നാൾ ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ അടുത്ത് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടിക്ക് 10 ഒരു 8 കൊടുക്കും. കാരണം ഞാൻ 10 കൊടുത്തേനെ. ബട്ട് എനിക്ക് 10 8 കൊടുക്കാനുള്ള 2 റീസൺ. ഒന്ന് ഇത് തന്നെയാണ്, ഇത് മേജർ റീസൺ തന്നെയാണ്. കാരണം വളരെ ചെറിയ എൻജിൻ ഗാർഡായിപ്പോയി, അത് തന്നെ ഏറ്റവും വലിയൊരു റീസൺ. പിന്നെ ഇവർക്ക് ഈ ഡിജിറ്റൽ മീറ്റർ കുറച്ചുകൂടെ നൈസാക്കാമായിരുന്നു. ഡിജിറ്റൽ മീറ്ററൊക്കെ കൊള്ളാം, ബട്ട് നമുക്ക് ഈ കീ ഒന്നും നേരാവണ്ണം ഒന്നും കറക്റ്റ് വർക്ക് ചെയ്യത്തില്ല. മോഡ് ട്രിപ്പ് സെറ്റ് ചെയ്യാൻ ഇത്തിരി പാടാണ്. കാരണം അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് മടുത്തിട്ട് അങ്ങ് വേണ്ടാന്ന് വെക്കും. കാരണം അതാണ് വരുന്നത്. പിന്നെ ബജാജിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ പാർട്സിനെല്ലാം വളരെ വിലക്കുറവാണ്. എനിക്ക് ലിവർ പൊട്ടിയിട്ട് 120 രൂപ ആയതേ ഉള്ളൂ ലിവർ. അതേ സ്ഥാനത്ത് ഞാൻ TVSൻ്റെ വണ്ടി ഓടിച്ചപ്പോൾ അറൗണ്ട് 500 രൂപ എനിക്ക് ആ ലിവറിന് കൊടുക്കേണ്ടി വന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ. പിന്നെ നല്ല സീറ്റും ഉണ്ട്, അതായത് സീറ്റിന് നല്ല വലിപ്പമുണ്ട്. നമുക്ക് ഏകദേശം ഇങ്ങോട്ട് കയറിയിരിക്കാം നോർമലി. ഇപ്പം ഞാൻ ബാഗ് വച്ചിട്ടാണ് ഇത്രയും സീറ്റ് വരുന്നത്. ഇപ്പം സാധാ വണ്ടിക്കൊക്കെ ഇത്രയും സീറ്റേ ഉള്ളൂ വിത്തൗട്ട് ബാഗ്. ഇത് ബാഗ് വച്ചിട്ട് ഇത്രയും സീറ്റ് വരുന്നുണ്ട്. ബാഗ് വച്ചിട്ട് എന്നെക്കാളും വെയിറ്റ് ഉള്ള ഒരാളെ ഞാൻ ഇവിടെ ഇരുത്തി ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും പോകാൻ പാടില്ല. ബട്ട് ഞാൻ കുറച്ചടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ ഒരു അത്യാവശ്യമുള്ളപ്പോൾ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡെലിവറി ബോയ്സിനൊക്കെ ഈ വണ്ടി ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഇവിടെ കെട്ടി വെക്കാനുള്ള ഈ സംഭവമൊക്കെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രിക് വണ്ടിയേക്കാളും കുറച്ചുകൂടെ നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും. കാരണം ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ 6 മണിക്കൂർ നമുക്ക് കുത്തിയിടണം. ഇതൊരു 5 മിനിറ്റ് നിന്നാൽ മതി. പിന്നെ പെട്രോൾ പമ്പിൽ ക്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോണ ടൈം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഡെലിവറിക്കാർക്കാണെങ്കിൽ രാത്രി പോയാൽ അടിക്കാനേ ഞാൻ പറയുള്ളൂ. രാത്രി 10-11 മണിക്ക് നിങ്ങൾ പമ്പിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്യൂ ഒന്നും കാണത്തില്ല, ഈസി ആയിട്ട് പോയി അടിക്കാം. പകലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ചില സമയത്ത് ക്യൂ നിൽക്കേണ്ടി വരും. കാരണം ഓട്ടോ ഒരുപാടുണ്ട് CNGയിൽ. അപ്പോൾ അതിൻ്റെ ഒരു പണി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. കാരണം അത് ഒരുപാട് വന്നിട്ടില്ല പമ്പുകൾ. സോ വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. പിന്നെ തേര് കയറുമ്പം കുറച്ച് പേർക്ക് അറയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു വണ്ടി. അപ്പോൾ എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്രോൾ മോഡ് ഇട്ട് പോയാൽ മതി, ഈസി ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എനിക്ക് എടുത്തു പറയാനുള്ള 2 കാര്യം. നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് സർവീസ് കഴിയുമ്പോൾ വണ്ടിയുടെ മൈലേജ് നല്ല രീതിയിൽ ഡൗൺ ആവുന്നത് കാണാം. സോ എനിക്കത് അനുഭവമുണ്ട്. അതായത് 2ാമത്തെ സർവീസ് കഴിയുമ്പോൾ വണ്ടിയുടെ മൈലേജ് നേരത്തെ കിട്ടുന്ന, അതായത് കമ്പനി പറയുന്ന 102 ഞാൻ നോക്കിയിട്ടില്ല. ബട്ട് എനിക്ക് 90-ന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. 95, 98, 93. അത് പലപ്പോഴായിട്ട് നമ്മൾ എങ്ങനെയാണോ ഓടിക്കുന്നത് അതനുസരിച്ച് കിട്ടും. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം 88 രൂപയ്ക്ക് 88 കിലോമീറ്റർ കിട്ടിയാൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. 1 കിലോമീറ്ററിന് 1 രൂപ അങ്ങനെ കണക്കാക്കി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്കത് മതി. കാരണം എനിക്ക് ഇന്ന് മാർക്കറ്റിലുള്ള വേറെ ഒരു വണ്ടിയും എനിക്ക് ഈ പറയുന്ന 88 രൂപയ്ക്ക് 88 കിലോമീറ്റർ ഓടാൻ പറ്റത്തില്ല. ഇലക്ട്രിക്കിനെ ഞാൻ മാറ്റി നിർത്തുവാണ്. ഞാൻ ബാക്കി പെട്രോളോ ഇതേപോലെ CNG വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ സെക്കൻഡ് സർവീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു കിലോമീറ്റർ കിട്ടത്തില്ല. അതായത് നോർമലി കിട്ടുന്ന കിലോമീറ്റർ കിട്ടത്തില്ല. അത് തേർഡ് സർവീസിലേ ക്ലിയർ ആവുള്ളൂ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒരുപാട് സർവീസ് സെൻറ്റേഴ്സ് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അവർ ഈ പറയുന്ന ബജാജിൻ്റെ എല്ലാ സർവീസ് സെൻറ്റേഴ്സും പഠിച്ചിട്ടില്ല. അപ്പോൾ അവർ പഠിച്ച് വരുമ്പോൾ ഇനി ഇതൊരു പുതിയൊരു ഇനിഷ്യേറ്റീവാണ്, ഒരു പുതിയൊരു ഇന്നോവേഷനാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് എടുത്താൽ മതി. ഇത് ചില ആൾക്കാർ പറയും ഈ പറഞ്ഞ 102 മൈലേജ് ഉണ്ടായിട്ട് എനിക്ക് 100 കിലോമീറ്ററേ കിട്ടുന്നുള്ളൂ, എനിക്ക് 2 കിലോമീറ്റർ കിട്ടുന്നില്ല, അതുകൊണ്ട് കമ്പനി ഈ വണ്ടി മോശമാണ് ഇറക്കിയെന്ന്. ഞാൻ അങ്ങനെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചില ഷോറൂമിൽ ഈ ചില മോഡൽ ഡാമേജ് ആയ മോഡൽസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എടുത്ത ആൾക്കാർക്ക് അങ്ങനെ വന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം എനിക്ക് കിട്ടിയത് ഓക്കെയാണ്, അത് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി മറ്റ് മോഡൽസ് ദുരന്തമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഷോപ്പിൽ ചെന്നിട്ട് അവരുമായിട്ട് അത് ക്ലിയർ ഔട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ബട്ട് എനിക്ക് കിട്ടിയ മോഡലിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഈ കളർ, എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ കളർ എടുത്തത്. എല്ലാവർക്കും ഈ ഒരു കളർ ഇഷ്ടപ്പെടത്തില്ല, ബട്ട് എനിക്ക് റെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.